നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ ദില്ലിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അധികാരമേറ്റു. പ്രധാനമന്ത്രിയെ കൂടാതെ 30 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ 71 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തൃശൂരിൽ നേടിയ മികച്ച വിജയത്തിന് പിന്നാലെ നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയെയും ദീർഘകാല BJP പ്രവർത്തകനും കൂടിയായ ജോർജ് കുര്യനെയുമാണ് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂന്നാം മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരെ നമുക്ക് വളരെ വേഗത്തിൽ പരിചയപ്പെടാം. ആകെ 30 ക്യാബിനറ്റ് മന്ത്രിമാരും 5 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും 36 സഹമന്ത്രിമാരെയുമാണ് തിരഞ്ഞെടുത്തത്. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി, മറ്റ് പ്രധാനപ്പെട്ട പോളിസി ഇഷ്യൂ എല്ലാം നരേന്ദ്രമോദി തന്നെയാണ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും 1.5 ലക്ഷത്തോളം വോട്ടോടെയാണ് നരേന്ദ്രമോദി വിജയിച്ചത്. ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ തന്നെ തുടരും. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും 7,44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് അമിത് ഷാ വിജയിച്ചത്. 1997, 98, 2002, 2007 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിലെ സാക്കേജ് നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് നിയമസഭാംഗമായി മാറിയ ആളാണ് അമിത് ഷാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സഹപ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് അമിത് ഷാ. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നത് ഷാ ആയിരുന്നു. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് തന്നെ തുടരും. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നും 1,35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാജ്നാഥ് സിംഗ് വിജയിച്ചത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, BJP ദേശീയ അധ്യക്ഷൻ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി, രാജ്യസഭാംഗം എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഗതാഗത ഹൈവേ വികസന മന്ത്രിയായി നിതിൻ ഗഡ്കരി തന്നെ തുടരും. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നും 1,37,000 വോട്ടോടെയാണ് നിതിൻ ഗഡ്കരി വിജയിച്ചത്. BJP ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം ജലവിഭവം, നദീവികസനം, ഗംഗാ പുനരുദ്ധാരണം, റോഡ് ഗതാഗതം, ഹൈവേ തുടങ്ങിയ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശ്രീ JP നദ്ദ ആരോഗ്യം, രാസവളം എന്നീ വകുപ്പുകൾ. ജഗത് പ്രകാശ് നദ്ദ എന്ന JP നദ്ദ 2020 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ്. മുൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായിരുന്ന അദ്ദേഹം 2024 മുതൽ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി തുടരുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, പഞ്ചായത്ത്, ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. 2005 മുതൽ 2023 വരെ നീണ്ട 18 വർഷം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുതിർന്ന BJP നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. 5 തവണ ലോക്സഭാംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹം 8,21,000 വോട്ടുകൾക്കാണ് മധ്യപ്രദേശിലെ വിദിശയിൽ നിന്ന് ഈ തവണ വിജയം നേടിയത്. നിർമ്മല സീതാരാമൻ ധനകാര്യം, കോർപ്പറേറ്റ് അഫയേഴ്സ്. 2019 മുതൽ ധനകാര്യമന്ത്രിയായി തുടരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് നിർമ്മല സീതാരാമൻ. കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1ാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ. 2014 ആന്ധ്രയിൽ നിന്നും 2016 മുതൽ കർണാടകയിൽ നിന്നുമാണ് രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ S ജയശങ്കർ വിദേശകാര്യം. 2019 മുതൽ വിദേശകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം ഒരു മുൻ നയതന്ത്രജ്ഞനാണ്. ഭാരതീയ ജനതാ പാർട്ടി അംഗമായ ജയശങ്കർ ഗുജറാത്തിനെ പ്രതിനിധീകരിച്ച് 2019 ജൂലൈ 5 മുതൽ രാജ്യസഭയിൽ പാർലമെന്റ് അംഗമാണ്. ശ്രീ മനോഹർ ലാൽ ഖട്ടർ ഊർജം, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രി. ഹരിയാനയിലെ കർണാലിൽ നിന്ന് 2,32,000 വോട്ടുകൾക്കാണ് മനോഹർ ലാൽ ഖട്ടർ ഈ തവണ ലോക്സഭയിലേക്ക് എത്തിയത്. 2014 മുതൽ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഹരിയാനയിൽ നിന്നുള്ള പ്രമുഖ BJP നേതാവാണ് ഖട്ടർ. HD കുമാരസ്വാമി സ്റ്റീൽ, ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പുകൾ. കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നും 2,84,000 വോട്ടുകൾക്കാണ് JDS നേതാവായ HD കുമാരസ്വാമി ലോക്സഭയിലേക്ക് എത്തിയത്. ജനതാദൾ സെക്യുലർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ HD ദേവഗൌഡയുടെ മകനുമായ അദ്ദേഹം 2 പ്രാവശ്യം കർണാടക മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നു. ചില കന്നഡ ചിത്രങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പീയൂഷ് ഗോയൽ വാണിജ്യ വകുപ്പ് മന്ത്രി. മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്തിൽ നിന്നും 3,55,000 വോട്ടുകൾക്കാണ് പീയൂഷ് ഗോയൽ വിജയിച്ചത്. 2017 മുതൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായി തുടരുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് പീയൂഷ് ഗോയൽ. 2017 മുതൽ 2021 വരെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായും ചുമതലയേറ്റിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ്.
ഒഡീഷയിലെ സാമ്പൽപൂരിൽ നിന്നും 1,19,000 വോട്ടുകൾക്കാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിജയിച്ചത്. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ്, കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് മന്ത്രി, കേന്ദ്ര ഉരുക്ക് വകുപ്പ് മന്ത്രി, ഒരു തവണ ലോക്സഭാ അംഗം, BJP ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി അവാം മോർച്ച പാർട്ടിയുടെ നേതാവാണ് ജിതിൻ രാം മാഞ്ചി. 1,00,000 വോട്ടുകൾക്കാണ് ബീഹാറിലെ ഗായ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വിജയിച്ചത്. ബീഹാറിൻ്റെ 23ാമത് മുഖ്യമന്ത്രിയും നിതീഷ് കുമാർ മന്ത്രിസഭയിലെ പട്ടികജാതി വർഗക്ഷേമ വകുപ്പ് മന്ത്രിയുമായിരുന്നു അദ്ദേഹം. ശ്രീ രാജീവ് രഞ്ജൻ സിംഗ്, പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ. NDA മുന്നണിയെ താങ്ങി നിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന നിതീഷ് കുമാറിൻ്റെ JDU പാർട്ടിയുടെ പ്രതിനിധിയായി മുംഗർ മണ്ഡലത്തിൽ നിന്നാണ് ലാലൻ സിംഗ് വിജയിച്ചത്. JDUവിൻ്റെ ദേശീയ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. സർബാനന്ദ സോനോവാൾ, ഷിപ്പിംഗ്, തുറമുഖം മന്ത്രി. ആസാമിലെ ദിബ്രുഗഡിൽ നിന്നും 2,79,000 വോട്ടുകൾക്കാണ് സോനോവാൾ വിജയിച്ചത്. ആസാമിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമാണ് സോനോവാൾ. യുവജനം, സ്പോർട്സ്, തൊഴിൽ എന്നീ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. BJP ആസാം സംസ്ഥാന പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു. വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി വകുപ്പ്. മധ്യപ്രദേശിലെ ടിക്കാമഗിൽ നിന്നും 4,00,000 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. 17ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കിഞ്ചരാപുര മോഹൻ നായിഡു, സിവിൽ ഏവിയേഷൻ വകുപ്പ്. NDAയുടെ മറ്റൊരു ഘടകകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയുടെ പ്രതിനിധിയായി ശ്രീകാകുളം എന്ന മണ്ഡലത്തിൽ നിന്നും 31,000 വോട്ടുകൾക്കാണ് കിഞ്ചരാപ്പു വിജയിച്ചത്. ആന്ധ്രാപ്രദേശിനായുള്ള പ്രത്യേക പദവിക്കായി മോദി സർക്കാരുമായി യുദ്ധം ചെയ്യുകയും ശ്രീകാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ MP സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇന്ത്യൻ പൊതുതെരഞ്ഞെടുപ്പിൽ 2014-19 തെലുങ്കുദേശം പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ഇപ്പോൾ TDP പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം. പ്രഹ്ലാദ് ജോഷി, കൺസ്യൂമർ അഫയേഴ്സ്, പൊതുവിതരണം വകുപ്പ്. കർണാടകയിലെ ധർവാദിൽ നിന്നും 97,000 വോട്ടുകൾക്കാണ് ഇദ്ദേഹം വിജയിച്ചത്. മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, യൂണിയൻ മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, കോയിൽ ആൻഡ് മൈൻസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജുവൽ ഓറം, ട്രൈബൽ അഫയേഴ്സ് മന്ത്രി. ഒഡീഷയിലെ സുന്ദർഗഡ് മണ്ഡലത്തിൽ നിന്നും 1,38,000 വോട്ടുകൾക്കാണ് ഇദ്ദേഹം വിജയിച്ചത്. ഒഡീഷയിലെ BJPയുടെ മുതിർന്ന നേതാവായ ഇദ്ദേഹം 13, 14, 16 ലോക്സഭകളിൽ അംഗവുമായിരുന്നു. ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി. ബീഹാറിലെ ബെഗുസരായിൽ നിന്നും 81,000 വോട്ടുകൾക്കാണ് ഇദ്ദേഹം വിജയിച്ചത്. ബീഹാർ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറീസ്, റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അശ്വനി വൈഷ്ണവ്, റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ്, IT, ഇലക്ട്രോണിക്സ് എന്നീ വകുപ്പുകൾ. 2019 മുതൽ ഒഡീഷയെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗവും ഒരു മുൻ IAS ഓഫീസറുമാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ, ടെലികോം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം. മധ്യപ്രദേശിലെ ഗുണ മണ്ഡലത്തിൽ നിന്നും 5,40,000 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. 2021 മുതൽ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ യുവനേതാവായിരുന്ന സിന്ധ്യ 2002 മുതൽ 4 തവണയായി 2019 വരെ 17 വർഷം മധ്യപ്രദേശിലെ ഗുണ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാംഗമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുമായി നിലനിന്ന അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2020 മാർച്ചിൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. ഭൂപേന്ദ്ര യാദവ്, വനം വകുപ്പ്. രാജസ്ഥാനിലെ അൽവാറിൽ നിന്നും 48,000 വോട്ടുകൾക്കാണ് BJP നേതാവായ ഭൂപേന്ദ്ര യാദവ് വിജയിച്ചത്. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകൾ. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നും 1,15,000 വോട്ടുകൾക്കാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിജയിച്ചത്. രാജസ്ഥാൻ ഗവൺമെൻറ്റിനായി യൂണിയൻ മിനിസ്റ്റർ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, മിനിസ്റ്റർ ഓഫ് ജൽശക്തി എന്നീ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നപൂർണ ദേവി, സ്ത്രീ ശിശുക്ഷേമം എന്നീ വകുപ്പുകൾ. ജാർഖണ്ഡിലെ കൊഡർമ മണ്ഡലത്തിൽ നിന്നാണ് അന്നപൂർണ ദേവി വിജയിച്ചത്. 2021 മുതൽ 2ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ജാർഖണ്ഡിൽ നിന്നുള്ള BJP നേതാവുമാണ് അന്നപൂർണ ദേവി. 4 തവണ ജാർഖണ്ഡ് നിയമസഭാംഗമായും 2 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു. RJDയുടെ ജാർഖണ്ഡ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന അന്നപൂർണ 2019 BJPയിൽ ചേർന്നു. നിലവിൽ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റും ജാർഖണ്ഡിൽ നിന്നുള്ള BJPയുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവുമാണ്.
കിരൺ റിജ്ജു, പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം എന്നീ വകുപ്പുകൾ. അരുണാചൽ വെസ്റ്റിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJP നേതാവാണ് കിരൺ റിജ്ജു. ഹർദീപ് സിംഗ് പുരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എന്നീ വകുപ്പുകൾ. ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. മൻസുഖ് മാണ്ഡ്യ, തൊഴിൽ വകുപ്പ്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നാണ് ഇദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 കേന്ദ്ര ആരോഗ്യ, കുടുംബക്ഷേമം, രാസവളം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജി കിഷൻ റെഡ്ഡി, കൽക്കരി, മൈനിങ്. തെലങ്കാനയിലെ സെക്കുന്തർബാദിൽ നിന്ന് 49,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയിലേക്ക് ഇദ്ദേഹം വിജയിച്ചു കയറിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ജി കിഷൻ റെഡ്ഡി. ചിരാഗ് പാസ്വാൻ, ഫുഡ് പ്രോസസ്സിംഗ്. ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവായ ചിരാഗ് പാസ്വാൻ ബീഹാറിലെ ഹജിപൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. അന്തരിച്ച പാർലമെന്റ് അംഗവും കേന്ദ്രമന്ത്രിയുമായ രാം വിലാസ് പാസ്വാന്റെ മകനാണ് ചിരാഗ് പാസ്വാൻ. ഒരു മുൻ നടനും കൂടിയായ ഇദ്ദേഹം ഭക്ഷ്യസംരക്ഷണ വ്യവസായ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. CR പാട്ടീൽ, ജലവകുപ്പ്. ഗുജറാത്തിലെ നവസാരിയിൽ നിന്നും 7,73,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചത്. 2020 മുതൽ BJP ഗുജറാത്ത് സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഇദ്ദേഹം. ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ ഗുജറാത്തി അല്ലാത്ത ആളാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയെ കൂടാതെ 30 കേന്ദ്രമന്ത്രിമാരാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഈ 30 പേർക്കും ക്യാബിനറ്റ് റാങ്കോടെ തന്നെയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കാൻ സാധിക്കുക. സ്വതന്ത്ര ചുമതലയുള്ള മറ്റ് സഹമന്ത്രിമാർ റാവു ഇന്ദ്രജിത് സിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിതേന്ദ്ര സിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ആണവോർജ്ജം, ബഹിരാകാശം എന്നീ വകുപ്പുകൾ. അർജുൻ റാം മേഘ്വാൾ, നിയമം, നീതി, പാർലമെന്റ് കാര്യം എന്നീ വകുപ്പുകൾ. പ്രതാപറാവ് ജാദവ്, ആയുഷ്, ആരോഗ്യം, കുടുംബക്ഷേമം എന്നീ വകുപ്പുകൾ. ജയന്ത് ചൗധരി, സ്കിൽ ഡെവലപ്മെന്റ്. കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ സുരേഷ് ഗോപി ടൂറിസം, സാംസ്കാരികം, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ്. മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യൻ ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, ക്ഷീരം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ്. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്രമന്ത്രിമാരുടെ വിശദവിവരങ്ങളാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.